ഹായ് ഫ്രണ്ട്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ ലേഖയോട് പറയുന്നുണ്ട്, നിൻ്റെ ഉള്ളിലെ സങ്കടം ആരെക്കാളിലും ഒരു പെണ്ണായ എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ലേഖ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഡോക്ടർമാരും തോമസ് സാറ് വരെ എൻ്റെ കാര്യത്തിൽ കൈവിട്ടിരിക്കുകയാണ്. എന്താണെന്നൊന്ന് എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്നൊക്കെ രേഖ പറയുമ്പോൾ, അതൊന്നുമില്ല രേഖയെ, അതൊക്കെ ശരിയാവും. അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ നിന്നോട് എപ്പോഴും ഒരമ്മയെക്കുറിച്ച് പറയാറില്ലായിരുന്നോ? ആ അമ്മയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഈ നീലാംബരിയുടെ കാര്യവും അങ്ങനെ തന്നെ അമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ ആ അമ്മയെ ഒന്ന് കണ്ടിട്ട് നിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇരിക്കുകയാണെന്നൊക്കെ രേഖയോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോഴേക്കും രേഖയാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ തീർച്ചയായിട്ടും എൻ്റെ കാര്യം ആ അമ്മയോട് ചോദിക്കുമോ? ആ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ എൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് നീ ഒന്ന് ചോദിച്ചു നോക്കും മഹി. എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എന്തുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാലോ. എന്തോന്നറിയില്ല, എനിക്കതിന് ഭാഗ്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ രേഖ മഹിയോട് പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല രേഖയെ, എന്തായാലും ഞാൻ അമ്മയെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും ചോദിക്കട്ടെ. ഇപ്പോൾ കുഞ്ഞിനെ വിട്ടിവിടുന്ന് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തത്. ഇപ്പോഴാണെങ്കിൽ ഇവളെ വിട്ട് എങ്ങും പോകാൻ എനിക്കും തോന്നില്ല എന്നൊക്കെ രേഖയാണെങ്കിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മഹാലക്ഷ്മി രേഖയോട് പറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും കൂടെ നാളെ തന്നെ അമ്മയെ പോയി ഒന്ന് ദർശിക്കാം. എന്നിട്ട് അമ്മയുടെ കരങ്ങളിൽ തന്നെ നിന്ന് നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുമല്ലോ, അപ്പം നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ രേഖയോട് നാളെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി തയ്യാറായിരിക്കാൻ വേണ്ടി മഹാലക്ഷ്മി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രതാപനെ കാണാൻ വേണ്ടി കരുണ എത്തുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഇതെന്താ ചെയ്യേണ്ടത്, ഈ ഓണത്തിന് ഞാനങ്ങ് കെട്ടിത്തൂങ്ങി ചത്താലോ വെച്ചാൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇങ്ങനെ ഓരോ ആൾക്കാരുടെ സന്തോഷങ്ങൾ കാണുമ്പോൾ എനിക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഇങ്ങനൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല മോളെ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും എനിക്കും അറിയില്ല എന്നൊക്കെ പ്രതാപം പറയുന്നുണ്ട്. ഞാൻ എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും തിരിച്ചടികൾ മാത്രമല്ലേ കിട്ടുന്നുള്ളൂ. എന്നിട്ടും ഇപ്പം എൻ്റെ കുഞ്ഞിനെ പോലും അവൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടു. എന്നാലും അതിന് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പോഴും നീ ഒരു അമ്മ തന്നെയാണല്ലോ, പിന്നെ എന്തിനാ നീ ആ കാര്യത്തിൽ വിഷമിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് പ്രതാപനാണെങ്കിൽ. അപ്പോഴേക്കും കരുണ പൊട്ടിത്തെറിച്ചുകൊണ്ട് പ്രതാപനോട് പറയുന്നുണ്ട്, ഞാനൊരു അമ്മ തന്നെയാണ്, പക്ഷെങ്കിൽ ഒരു കഴിവും ഒരു ജോലിയും ഇല്ലാത്ത ഒരാളുടെ കുഞ്ഞിനെയാണ് ഞാനിപ്പോൾ എൻ്റെ ഉദരത്തിൽ ചുമക്കുന്നത്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അച്ഛാ. എത്രയൊക്കെയാണെങ്കിലും നിങ്ങൾ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചിരുന്ന ഒരുപാട് നാൾ മുന്നേ ആയിരുന്നു. ഇപ്പോൾ മഹിയുടെ അടിമക്കാരിയെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥയാണ് എനിക്കിപ്പോൾ ഉള്ളത്. എത്രയും പെട്ടെന്ന് അച്ഛൻ ഇത് മാറ്റാൻ കഴിയുമെങ്കിൽ മാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കരുണയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. അങ്ങനെ കരുണയുടെ ഈ സങ്കടത്തിന് എന്തെങ്കിലും ഒരു പ്രതിഫലം കാണണമെന്ന് പ്രതാപൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ആ ഗുണ്ടയിൽ നിന്ന് പ്രതാപനാണെങ്കിൽ മറ്റൊരു സത്യം അറിയുന്നുണ്ട്. അവിടെ മഹിയുടെ കുഞ്ഞിനെ നോക്കാൻ വരുന്നത് പ്രതാപൻ അറിയുന്ന ഒരു പാവപ്പെട്ട ഒരാളുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അയാളെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായി സഹായിച്ചു കഴിഞ്ഞാൽ അയാളെ എങ്ങനെയെങ്കിലും കയ്യിലാക്കാമെന്നുള്ള കാര്യം പ്രതാപന് മനസ്സിൽ ഉദിക്കുന്നുണ്ട് ഒരു ബുദ്ധി പോലെ. അപ്പോഴേക്കും പ്രതാപനാണെങ്കിൽ അയാളെ നേരിട്ട് കാണുവാൻ അവിടെ എത്തിച്ചേരുന്നുണ്ട്. അയാളുടെ മുമ്പിൽ എത്തിയ പ്രതാപനാണെങ്കിൽ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്നുണ്ട്. തൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലപോലെ അറിയാം. കടങ്ങൾ കൊണ്ട് കയറി നിൽക്കുന്ന തന്നെ രക്ഷിക്കാൻ ഞാനിപ്പോൾ വന്നത്. പക്ഷെങ്കിൽ താൻ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുഞ്ഞിനെ കൊല്ലണം, അതിന് തനിക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സാറേ, അങ്ങനെയൊന്നും ചെയ്യാറില്ല. തൻ്റെ മേൽവിലാസങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ പറയുമ്പോൾ, എനിക്കൊരിക്കലും കുഞ്ഞിനെ ഒന്നും കൊല്ലാൻ കഴിയില്ല. അല്ലെങ്കിലും ആരുടെ കുഞ്ഞിനെയാണ് കൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അത് മാർക്കോയ്ക്ക് വേണ്ടപ്പെട്ട 2 പേരാണല്ലോ, അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ എന്നെ സാറ് നോക്കണ്ട. അപ്പോഴേക്കും പ്രതാപം പറയുന്നുണ്ട്, നിനക്ക് പൈസ വേണമെങ്കിൽ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറണമെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് നിൻ്റെ കടങ്ങൾ മൊത്തം ഞാൻ ഈ നിമിഷം തന്നെ തീർക്കുന്നതായിരിക്കും. നിൻ്റെ അമ്മയല്ലേ അവിടെ ജോലിക്ക് പോകുന്നത്, അവരെ കൊണ്ട് എന്തെങ്കിലും സാധിക്കുമെങ്കിൽ എന്നെ പെട്ടെന്ന് തന്നെ കോൾ ചെയ്ത് അറിയിക്കണം. ഇതാണ് എൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്പറൊക്കെ നമ്മുടെ പ്രതാപനാണെങ്കിൽ ഗുണ്ടയ്ക്ക് ഏൽപ്പിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കുഞ്ഞിനെ നോക്കാൻ വന്ന ആ അമ്മയെ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുമ്പോഴൊന്നും രേഖയ്ക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല.
ഈ കാര്യമൊക്കെ രേഖ മഹിയോട് പറയുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് കുഞ്ഞിനെ കുളിപ്പിച്ചു കഴിഞ്ഞല്ലോ, ഇനി എന്തിനാണ് കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുന്നത്, എനിക്ക് കുഞ്ഞിനെ എടുക്കണം എന്നൊക്കെ രേഖയാണ് ഇങ്ങനെ പറയുമ്പം അത് പിന്നെ നിങ്ങൾക്കൊന്നും തോന്നരുത്, അവളിങ്ങനെയാണ്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുറച്ച് സ്വാർത്ഥത അവൾക്ക് കൂടുതലാണ്, അല്ലെങ്കിൽ അതങ്ങനെ ആയിരിക്കും, പെറ്റമ്മയേക്കാൾ പോറ്റമ്മയ്ക്കായിരിക്കും നോവ് ഇച്ചിരി കൂടുതലെന്നൊക്കെ ആ സ്ത്രീ ആണെങ്കിൽ മഹിയോട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മഹിയും ആ സ്ത്രീയും ആ അമ്മയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതൊന്നും കേട്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ രേഖയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ കമലേശ്വരം വീട്ടിൽ കണ്ണനാണെങ്കിൽ എല്ലാവർക്കും ഓണക്കോടി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കണ്ണനോടാണെങ്കിൽ ദുർഗ ചോദിക്കുന്നുണ്ട്, മോനെ ഇതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്തായാലും സാരമില്ലമ്മേ, എല്ലാവർക്കും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കരുണ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കരുണയാണെങ്കിൽ പെട്ടെന്ന് എന്താ കണ്ണേട്ടാന്ന് ചോദിച്ച് കണ്ണൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ഒന്നുമില്ല, ഓണമൊക്കെ ആയില്ലേ, എൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല നല്ല ഭക്ഷണങ്ങളും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചതാണ് ഞാൻ. അവനിപ്പോൾ ഇവിടെ കിടക്കുവാണല്ലോ, അതുകൊണ്ട് തന്നെ അവന് വയ്യാത്തത് കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യേണ്ട കടമ ഏട്ടനെന്ന എനിക്കാണല്ലോ. പിന്നെ അവനെന്നെ കാണുന്നത് പോലെ ഞാൻ അവനെ എൻ്റെ സ്വന്തം അനിയനായിട്ടൊന്നല്ലാതെ കാണുന്നതല്ല. അവൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. അതിപ്പോൾ അവനെ എത്ര വേദനിപ്പിച്ചാലെന്നൊക്കെ ദുർഗയുടെയും കരുണയോടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കരുണ പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടനെ പോലെ ഒരേട്ടനെ കിട്ടിയത് എൻ്റെ ഉണ്ണേട്ടൻ്റെ ഭാഗ്യം എന്നൊക്കെ പുച്ഛിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കരുണയാണെങ്കിൽ ഇങ്ങനെ മാറിയത് സത്യം തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അമ്മേ. അവളുടെ മാറ്റത്തിൽ 100 കാരണങ്ങളുണ്ടാവും മോനെ. അവളുടെ കൂടെ ഒരുപാട് നാൾ നിന്നതുകൊണ്ടും അവളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടും പറയുന്നതാണ്. അവളെ ഒരിക്കലും നീ കുഞ്ഞിൻ്റെ അടുത്ത് അടുപ്പിക്കാനേ പാടില്ല. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ അവൾ കാണുന്നുണ്ട് കണക്കൂട്ടലായിട്ട്, അല്ലാതെ അവൾ ഒരിക്കലും ഇങ്ങനെ നിൻ്റെ മുമ്പിൽ താഴ്ന്നു തരില്ല. അവൾക്ക് മാറാൻ പ്രത്യേകിച്ചൊരു കാരണങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നൊക്കെ ഇങ്ങനെ ദുർഗ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനും ആണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ഇവൾ മാറിയത് സത്യമാണോ അതോ എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ കണ്ണനാണെങ്കിൽ സ്വയം ആലോചിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ കരുണയാണെങ്കിൽ നമ്മുടെ കമലേശ്വരം വീട്ടിൽ നിന്നാണെങ്കിൽ പ്രതാപനെ വിളിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ എനിക്ക് ഡ്രസ്സും പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാണ് വന്നിരിക്കുന്നത് തന്നെ. അപ്പോഴേക്കും പ്രതാപൻ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ എന്താ മോളെ പ്രശ്നം, നല്ല കാര്യമല്ലേ അവൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെങ്കിൽ അയാളുടെ ഔദാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. അതിനുശേഷമാണെങ്കിൽ അച്ഛൻ പോയ കാര്യം എന്തായി, അതിലെന്തെങ്കിലും നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. മറ്റൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് നിന്നോട് പറഞ്ഞില്ലേ, ആ മഹാലക്ഷ്മിയുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെക്കുറിച്ച്. അവരെ കാണാനാണ് ഞാൻ പോയിരിക്കുന്നത് തന്നെ. അപ്പോഴേക്കും അവരുടെ മകനെയാണ് ഞാൻ കണ്ടത്. അവർ ഭയങ്കര ദരിദ്രത്തിലാണ് ജീവിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരെ കൈവശമാക്കി കുറച്ച് പണമൊക്കെ കൊടുത്ത് സഹായിച്ചാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുമെന്നൊക്കെയാണ് അവരെ അറിയുന്ന ഒരാൾ എന്നോട് പറഞ്ഞത്. എന്തായാലും അയാൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നമുക്കപ്പം നോക്കാമെന്നൊക്കെ പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട്, അവളോട് കുറച്ചൊക്കെ അഭിനയിച്ച് നിൽക്കാൻ പറ, അവളുടെ അഭിനയം പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അതിനുശേഷമാണെങ്കിൽ മുത്തശ്ശി ഇങ്ങനെ കണ്ണനെ ഈ അഭിനയമൊന്നും മനസ്സിലാവാതെ ഇരുന്നാൽ മതിയായിരുന്നു, ഈ പ്രാവശ്യമെങ്കിലും ഓണം നല്ലപോലെ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം എന്നൊക്കെ മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.